പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സുറിയാനി സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സമൂഹത്തിലെ സുറിയാനി വിഭാഗത്തിൽ ശ്ലീഹ നോമ്പ് ആചരിക്കുന്ന സമയങ്ങളാണല്ലോ. 13 അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. അതിൽ 12 പേരെ ശിഷ്യന്മാരായിരുന്നു. അതിലൊരാൾ തൂങ്ങി മരിച്ചു. പിന്നീട് സ്വർഗത്തിൽ പോയതിന് ശേഷം തിരഞ്ഞെടുത്ത ഒരു ശ്ലീഹയാണ് പൗലോസ് ശ്ലീഹ. നമ്മുടെ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നമുക്കിത് ശ്ലീഹന്മാരെ പറ്റി കാണാൻ സാധിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു മിശിഹ ഭൂമിയിലേക്ക് വന്നു, യഹൂദന്മാരോട് സുവിശേഷം അറിയിച്ചു. അവരിൽ ചിലരുടെ ആവശ്യപ്രകാരം പല അത്ഭുതങ്ങളും നടത്തി, പല അടയാളങ്ങളും നടത്തി. എന്നിട്ടും അവർ അവനെ ക്രൂശിച്ചു. ആ ക്രൂശുമരണത്തിൽ നിന്നും മരണത്തെ കൊന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനാകുന്നു. സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് ചില അധികാരങ്ങൾ അവർക്ക് കൊടുക്കുന്നു. എന്തധികാരമാണ് ശിഷ്യന്മാർക്ക് കൊടുത്തത്? വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. അവർ ശിഷ്യന്മാരെ മലയിലേക്ക് വിളിച്ചു. 11 ശിഷ്യന്മാരെയാണ് അവിടേക്ക് വിളിച്ചത്. 11 ശിഷ്യന്മാരാണ് അവിടെ എത്തിയത്. അവിടെ ചെന്നപ്പോൾ കർത്താവ് യേശു മിശിഹ പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ആളുകൾ പറഞ്ഞേനെ, അതിനെന്താ, സർവാധികാരം നിനക്കുണ്ടെങ്കിൽ നിനക്ക് നല്ല കാര്യം, ഞങ്ങൾക്കെന്താ അതുകൊണ്ട് വിശേഷം എന്ന് പറയുമായിരുന്നു. പക്ഷേ ശിഷ്യന്മാർ അങ്ങനെ ആയിരുന്നില്ല. അവൻ പറഞ്ഞ വാക്കുകളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ആദ്യമായി പറയുകയാണ്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം സ്നാനം കഴിപ്പിക്കാനാണ് പറഞ്ഞത്. ഇവിടെ പലരും കേട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷം അതായിരുന്നില്ലല്ലോ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. ആദ്യം വിശ്വസിക്കണം. പക്ഷേ സുറിയാന സഭ പഠിപ്പിക്കുന്നത്, യേശു തമ്പുരാൻ അധികാരം കൊടുത്തത് ആദ്യം സ്നാനമേൽക്കുക അല്ലെങ്കിൽ മാമോദീസ മുക്കുക എന്നതാണ്. ഈ അധികാരം ഈ കർത്താവിന് എവിടെ നിന്ന് ലഭിച്ചു? എപ്പോഴാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ, യേശു തമ്പുരാന് ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ ലോകം തന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ അധികാരം ലഭിച്ചു എന്നാണ് നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ അധികാരം കൊടുത്തു എന്നാണ് അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് ഈ അധികാരം ശ്ലീഹന്മാർക്ക് അവൻ കൊടുക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലാണ്, എന്നാൽ കർത്താവ് ലോകമുണ്ടാകുന്നതിന് മുമ്പ് ആ മഹത്വം ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ സാക്ഷീകരിക്കുകയാണ്. പലരും പറയുന്നത് എന്താണ്? ഈ അധികാരം ഞങ്ങൾക്കും കൂടെയാണ് തന്നിരിക്കുന്നത്. എന്നാൽ ബൈബിൾ അങ്ങനെ അല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ ശിഷ്യന്മാരെ അധികാരം കൊടുത്ത് ലോകത്തിലേക്ക് വിട്ടു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വാക്യം അവിടെ ഉള്ളപ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് നമുക്കും കൂടെയാണ് ഈ അധികാരം തന്നിരിക്കുന്നതെന്ന്? ഒരിക്കലുമല്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതനുസരിച്ച് വിശുദ്ധ മാമോദീസ ആദ്യം മുക്കണമെന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണമെന്നുള്ളത്. ആ
16-ാമത്തെ വാക്യം കഴിഞ്ഞ് 17-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഈ വിശ്വസിക്കുന്നവരാൽ കുറേ അടയാളങ്ങൾ നടത്തണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നമ്മുടെ മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ 20-ാമത്തെ വാക്യം വരെ ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്. അതെന്തിനാണ്? അത് ബൈബിളിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം അത് ആദിമ ബൈബിളിൽ ഉണ്ടായിരുന്നില്ല, പിന്നീട് അത് വേദവിപരീതികൾ കൂട്ടിച്ചേർത്തതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ യേശുതമ്പുരാൻ ഈ 11 ശ്ലീഹന്മാർക്ക് എന്താണ് അധികാരം കൊടുത്തത്? സ്നാനം കഴിപ്പിക്കുക മാത്രമല്ല, അവിടെ സർവ്വലോകവും പോയിട്ട് സുവിശേഷം അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വാക്യം എടുത്തിട്ട് എല്ലാവരും പറയും ഞങ്ങളോടും കൂടെയാണ് സുവിശേഷം അറിയിക്കാൻ പറഞ്ഞിരിക്കുന്നതെന്നാണ്. പക്ഷെ ഒരിക്കലുമല്ല, ആ 11 ശ്ലീഹന്മാർക്ക് മാത്രമാണ് ഈ അധികാരം നൽകിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് സഭ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആ ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് കൈമാറി, അങ്ങനെ കൈമാറി വന്ന പാരമ്പര്യമാണ് സുറിയാനി സഭയുടെ മാമോദീസ കൊടുക്കാനുള്ള അധികാരം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ മാമോദീസായിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. 3 അല്ല 4 ഉണ്ട് എങ്കിൽ പോലും പ്രധാനമായിട്ടും അവിടെ വിശുദ്ധ മാമോദീസ മുക്കുന്നത് സഭയിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ്. കാരണം പത്രോസ് ശ്ലീഹായിക്ക് പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ വരമുണ്ടായിട്ട് 3000 പേരെ സ്നാനപ്പെടുത്തി, എന്നിട്ട് സഭയോട് ചേർത്തു എന്നാണ് പറയുന്നത്. അവിടെ മറ്റൊന്നും സംഭവിച്ചതായിട്ട് പറയുന്നില്ല. അതുകൂടാതെ നമ്മുടെ വിശുദ്ധ മാമോദീസായിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ സഹോദരനായി മാമോദീസ മുക്കുന്നു എന്നാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സഹോദരനാണ് നമ്മൾ. ഇന്നൊരുപാട് പേരും പറയുന്നുണ്ട് പാശ്ചാത്യ സുവിശേഷം കേട്ടിട്ട് യേശുവപ്പച്ച 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 എന്ന്. പക്ഷേ അതല്ല സത്യം. സുറിയാനി സഭയുടെ വിശ്വാസം അതല്ല. സുറിയാനി സഭയുടെ വിശ്വാസമനുസരിച്ച് ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അത് നമ്മുടെ വിശുദ്ധ മാമോദീസായിൽ ഉറപ്പിക്കുകയാണ്. മൂന്നാമത് വിശുദ്ധ മാമോദീസായിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയിടപ്പെടുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചില പട്ടക്കാർ വിശുദ്ധ മധുവായിൽ നിന്നുകൊണ്ട് പോലും പാടുന്നത് എന്താണ്? പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അതുപോലെ പറയും പരിശുദ്ധാത്മാവേ തീ പോലെ ഇറങ്ങണമേ. ഇതൊക്കെ എന്താണ് മനസ്സിലാകുന്നില്ല. സുറിയാനി സഭയുടെ പാരമ്പര്യമാണോ, ശ്ലീഹന്മാർ കൈമാറി നിന്ന പാരമ്പര്യമാണോ എന്നെനിക്കറിയില്ല. എല്ലാ വിശുദ്ധ കുർബാനയിലും പറയുകയാണ് പിതാവ് നമ്മോടുകൂടെ, പുത്രൻ നമ്മോടുകൂടെ, പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. അപ്പോൾ ഈ തൃത്വം നമ്മളിൽ ഇരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഈ പരിശുദ്ധാത്മാവ് തീയിറക്കി വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പട്ടക്കാർ ഇന്ന് ഒരുപാട് പട്ടക്കാരും, ചില പട്ടക്കാരെന്ന് മാത്രം പോരാ, ഒരുപാട് പട്ടക്കാരും ഈ ഒരു ആശയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെക്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സുറിയാനി സഭയെ സെക്റ്റ് സഭ, സംഘടന എന്ന് വിളിക്കത്തക്കവണ്ണം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല സഭകളിലും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പറയുന്നു എന്താണ്, രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റേടത്ത് ഒരാൾ ഇന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട്, ആ ആളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് വിശുദ്ധ കുർബാനയിൽ എന്നു മുതലാണ് തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം ഇന്ന് ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ കാസായും പീലാസായും പടിഞ്ഞാട്ട് എഴുന്നള്ളിക്കുമ്പോൾ ചിലർ മറുഭാഷ എന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഒരുപാട് ശബ്ദങ്ങൾ ഉയരുകയാണെന്ന് വിശുദ്ധ കേൾവിക്കാരിൽ നിന്ന്, അൽമായരിൽ നിന്ന്. ഇതൊക്കെ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. ശ്ലീഹന്മാരുടെ ഈ ഓർമ്മ പെരുന്നാൾ നമ്മൾ ഓരോരുത്തരും ആചരിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിൽ പോലും ശ്ലീഹന്മാരുടെ ഈ ഓർമ്മ നമ്മൾ ആചരിക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾ ഓരോരുത്തർക്കും ഈ ശ്ലീഹന്മാരുടെ നോമ്പ് ആചരിക്കാനുള്ള സന്മനസ്സുണ്ടാകട്ടെ. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ആരാക്കുവാൻ വേണ്ടിയാണ് ദൈവം അവർക്ക് അധികാരം കൊടുത്തത്. കർത്താവ് പറയുന്നത് എന്താണ്? പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്നത് പോലെ
ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ഒന്നാകേണ്ടതിന് വേണ്ടിയാണ് ശിഷ്യന്മാരെ ആ അധികാരം കൊടുത്തയച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാടാറുണ്ട്, നാം ദൈവസുതന്മാരാകാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നാത്താതരയോർക്കേണം. അപ്പോൾ ഇവിടെ തന്നാത്താതരെ ഓർക്കണമെന്ന് പറയുമ്പോൾ പലരും പാടുന്ന എന്താണ്? തന്നത്താതരെ ഓർക്കണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വിശുദ്ധ കുർബാനയുടെ ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികൾക്ക് മനസ്സിലാകുവാനും ശ്ലീഹന്മാരെ ഓർക്കുവാനുള്ള അവസരം ഉപയോഗിക്കട്ടെ, അതിനുള്ള മനസ്സുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു.